പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്ന ദിവസം എത്തിയിരിക്കുകയാണ്. ഒളിമ്പിക്സ് 2024. അത് പാരീസിലാണ് നടക്കുന്നത്. കാത്തിരുന്ന ദിവസം എത്തി, കളം നിറയുകയാണ്. ലോകമെമ്പാടുമുള്ള അത്ലറ്റുകൾ സ്വപ്നങ്ങളുടെ പറുദീസയായ പാരീസിൽ എത്തിയിരിക്കുകയാണ്. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുമ്പേ ഫുട്ബോളും ഹാൻഡ്ബോളും റഗ്ബിയും അമ്പെയ്ത്തും തുടങ്ങി. ഇന്ന് ഉദ്ഘാടന ചടങ്ങുകൾ മാത്രം. ഇന്ത്യൻ സമയം രാത്രി 11-ന് തുടങ്ങുന്ന പരിപാടി പുലരും വരെ നീളും. നാളെ മുതൽ ഒട്ടുമിക്ക കളിക്കളങ്ങളും ഉണരും. അത്ലറ്റിക്സിലെ ത്രസിപ്പിക്കുന്ന മത്സരങ്ങൾ ഓഗസ്റ്റ് 1-ന് തുടങ്ങും. ഉദ്ഘാടന ചടങ്ങിന്റെ മുഖ്യ ആകർഷണം സെൻ നദിയിലൂടെയുള്ള അത്ലറ്റുകളുടെ മാർച്ച് പാസ്റ്റ് ആണ്. ഏകദേശം 7000 അത്ലറ്റുകൾ 160 കൂറ്റൻ ബോട്ടുകളിലാണ് സഞ്ചരിച്ച ശേഷമായിരിക്കും ഇതിന്റെ ഉദ്ഘാടനം. സ്റ്റേഡിയത്തിൽ നടക്കാറുള്ള അത്ലറ്റുകളുടെ മാർച്ച് പാസ്റ്റ് പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന സെൻ നദിയിൽ നടക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത. 6 കിലോമീറ്ററാണ് അത്ലറ്റുകളുടെ യാത്ര. ഓസ്റ്റർലിറ്റ്സ് പാലത്തിനടുത്തു നിന്ന് തുടങ്ങുന്ന ബോട്ട് മാർച്ച് ഈഫൽ ഗോപുരത്തിന് അഭിമുഖമായുള്ള തുറന്ന വേദിയായ ദ്രൊക്കാഡൊറെ സ്ക്വയറിൽ അവസാനിക്കും. ഇവിടെയാണ് അത്ലറ്റുകളുടെ സംഗമം. ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമാനുവൽ മാക്രോൺ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. 100ഓളം ലോക നേതാക്കൾ പങ്കെടുക്കും. കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കുന്ന നൃത്ത സംഗീത പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഫ്രഞ്ച് കലയും സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യമേളയാകും ഒരുക്കുക. ഒളിമ്പിക്സ് ദീപം കൊളുത്തുന്നത് ആരെന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. 3 ഒളിമ്പിക്സ് സ്വർണം നേടിയ അത്ലറ്റ് മേരി ജോസ് പെരഗന്റെയും ഫുട്ബോൾ ഇതിഹാസം സിനദിൻ സിദാന്റെയും പേരുകളാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. സമാപന ചടങ്ങും അത്ലറ്റിക്സും പാരീസിലെ സ്റ്റാഡ് ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിലാണ്. ഏകദേശം 80,000 പേരെ ഉൾക്കൊള്ളാവുന്ന ഒരു സ്റ്റേഡിയമാണ്.